പ്രിയ കുട്ടികളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതായി പേജ് നമ്പർ 17 തുടങ്ങുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. നിറയെ ചോദ്യങ്ങളാണ്, ചെറിയ ചെറിയ ചോദ്യങ്ങൾ തുടങ്ങി വലിയ വലിയ ചോദ്യങ്ങൾ വരെയുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നും വിട്ടുകളയാൻ നമുക്ക് പറ്റിയേല. ഇപ്പോൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയ്യോ അന്ന് പഠിക്കാമെന്ന് പലപ്പോഴും നമ്മൾ മുൻ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലും ടീച്ചർ പറഞ്ഞു തരും. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഏറ്റവും ചെറിയ ഓർഗാനിക് കോമ്പൗണ്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് ഒരു കാർബണും 4 ഹൈഡ്രജനുമുള്ള CH4 ആണ്. അതിന് നല്ല സ്ട്രക്ചർ ആയിരുന്നു. സി നടുക്ക് 4 കൈ വിരിച്ച് പിടിച്ചേക്കുന്നത് പോലെ 4 ഹൈഡ്രജനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് CH4 എന്ന മീഥൈൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അതായത് ഇത്ര നേരം ചർച്ച ചെയ്തതിൽ നമ്മൾ കണ്ടത് മെയിനായിട്ട് ഹൈഡ്രജനും കാർബണും മാത്രമാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഏതൊക്കെ ഇലമെൻറ്റ്സ് ആണ് കണ്ടത്? ഹൈഡ്രജനും കാർബണും. എന്നാൽ ഇത് കൂടാതെ ചില ആറ്റങ്ങളൊക്കെ ഓക്സിജനും ക്ലോറിനും ഒക്കെ ഈ കാർബണിനോട് അറ്റാച്ച് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ കാർബണിൻ്റെ ചുറ്റും എപ്പോഴും 4 ബോണ്ടേ കാണുകയുള്ളൂ. അതിൽ ഒരു ഹൈഡ്രജൻ എന്തെങ്കിലും കാരണവശാൽ പോയാൽ, അതൊക്കെ എന്ത് കാരണവശാൽ എന്നൊക്കെ നമുക്ക് പിന്നീട് ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. ഈ ഹൈഡ്രജൻ അവിടുന്ന് മാറിയാൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒന്നിലധികം ആറ്റങ്ങളുടെ ഒരു കൂട്ടം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് പറഞ്ഞു പഠിക്കുക. ആ ഹൈഡ്രജൻ മാറി ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം അല്ലെങ്കിൽ എ സിംഗിൾ ആറ്റം. ഇങ്ങനെ എന്ത് വേണേലും ആ ഹൈഡ്രജൻ അവിടെ നിന്ന് പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഒന്നുകിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം അവിടെ കയറിയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആറ്റം, കാർബൺ ഒന്നും അല്ലാത്ത, ഹൈഡ്രജൻ അല്ലാത്ത ഒരു ആറ്റം വന്ന് അവിടെ അറ്റാച്ച് ചെയ്യും. അങ്ങനെയുള്ള സമയത്തിൽ ആ മീഥൈൻ്റെ പേരും മാറും, സ്വഭാവവും മാറും. വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ ഒരു സിംഗിൾ ആറ്റമോ വന്നാൽ ആ കാർബണും ഹൈഡ്രജനും മാത്രമുണ്ടായിരുന്ന ആ ഒരു ഫാമിലിയുടെ ആ ഒരു സെറ്റപ്പിൻ്റെ മുഴുവൻ സ്വഭാവവും ഈ ഒരു ഗ്രൂപ്പ് അനുസരിച്ച് മാറും, പേരു മാറും. അങ്ങനെ പേരും സ്വഭാവവും മാറ്റാൻ കഴിവുള്ള ആ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ആ ആറ്റങ്ങളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ ഈ ഒരു 3 കോമ്പൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നത് മാത്രമാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിതാണ്: ആൻ ആറ്റം, ഒരു ആറ്റമോ എ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ കാർബൺ ആറ്റത്തോട് ബോണ്ടഡ് ടു കാർബൺ ആറ്റം ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഡിറ്റർമൈൻസ് ദി ഡിസ്റ്റിൻറ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. അതാണ് പിന്നെ ആ കോമ്പൗണ്ടിൻ്റെ എല്ലാ സ്വഭാവവും, കെമിക്കൽ സ്വഭാവവും ഫിസിക്കലായിട്ടുള്ള സ്വഭാവവും നിശ്ചയിക്കുന്നത്. ദിസ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഈസ് കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലും ഈ ചാപ്റ്ററിലും ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ അങ്ങനെ വലിഞ്ഞു കയറി വന്ന് പറ്റിപ്പിടിച്ച് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്വഭാവം മൊത്തം മാറ്റുന്ന, കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും മാറ്റുന്ന കുറേ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഓക്സിജനും ഹൈഡ്രജനും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമാണ് ഉള്ളത്. അതിലെപ്പോഴും ആ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, അതായത് ആ കാർബണിലൊന്നും പറ്റിപ്പിടിക്കണമല്ലോ, തോന്നിവാസം ഒന്നും പറ്റിപ്പിടിക്കില്ല, അത് ഓക്സിജൻ ഉപയോഗിച്ചാണ് അത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓക്സിജനെന്ന് വരാം. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ ഹൈഫൻ ഇട്ടിട്ട് OH എന്ന് എഴുതാൻ നമ്മൾ പഠിക്കണം. അപ്പം നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് എഴുതി അതിൻ്റെ ഡെഫിനിഷൻ എഴുതി അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഹെഡിങ് കൊടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു, മെഥനോൾ എന്ന് പറയുന്നതാണ്. അതായത് മീഥൈനേൽ ഹൈഡ്രജൻ ആറ്റം മാറി OH ഗ്രൂപ്പ് വന്ന് പിടിച്ചപ്പോഴാണ് അങ്ങനെ ഉണ്ടായത്. അപ്പം നമുക്കത് എങ്ങനെ എഴുതാം?
മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ മാറി, അപ്പോൾ അവിടെ CH3 ആയി, അതിലേക്ക് OH വന്ന് അറ്റാച്ച് ചെയ്തു. ഇതാണ് മെഥനോളിൻ്റെ കെമിക്കൽ ഫോർമുലയായിട്ട് നമുക്ക് എഴുതാവുന്നത്. അടുത്ത പേജിൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും ഉണ്ട്. അടുത്ത ചോദ്യം ഈ സെൻറ്റൻസ് ആണ്. ഹൈഡ്രോ കാർബണിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കോമ്പൗണ്ടുകളെയും, OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കോമ്പൗണ്ടുകൾക്കും ഒരു പ്രത്യേക പേരുണ്ട്, അതാണ് ആൽക്കഹോൾ. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH എന്ന അതിൻ്റെ സിമ്പലാണ്, പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. ഇങ്ങനെ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കോമ്പൗണ്ടുകളുടെ പേര് എന്ത്? അപ്പോൾ ആൽക്കഹോൾസ്. ഇനി അതിന് പേരിടാനും കൂടെ പഠിക്കണം. അതിന് പേരിടാനായിട്ട് ഒരെണ്ണം പേരിട്ട് കാണിച്ചോണ്ട്, അല്ലാതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻ ആക്കണ്ട. 2 ആൽക്കഹോൾ, ചെറിയ 2 ആൽക്കഹോൾ ഇവിടെ കിടപ്പുണ്ട്. അത് 1 കാർബണുള്ള ഒന്നാമത്തെ ആൽക്കഹോൾ, 2 കാർബണുള്ള രണ്ടാമത്തെ ആൽക്കഹോൾ. അതിൻ്റെ പേര് കണ്ടോ, 1 കാർബൺ ഉള്ളത് കൊണ്ട് അത് വേഡ് റൂട്ട് മെത്ത് എന്ന് തന്നെ തുടങ്ങി. എന്നിട്ട് അതിനകത്ത് മീഥൈൻ എന്ന് പറയുന്ന സിംഗിൾ ബോണ്ടല്ലേ നമ്മൾ കാണുന്നുള്ളൂ, മീഥൈൻ വരെ ഇട്ടിട്ട് ആ ഇ മാറ്റിയിട്ട്, അതുകൊണ്ടാണ് -E എന്ന് പറഞ്ഞത്. മീഥൈൻ ഇട്ടിട്ട് -E മാത്രം ഒന്ന് മാറ്റിയിട്ട് ആൽക്കഹോളിൻ്റെ ഓയിൽ കണ്ടോ, ആൽക്കഹോളിൻ്റെ ഓയിൽ ചേർത്തു. അപ്പോൾ മെഥനോൾ. അപ്പോൾ ഇത് എഴുതി ഇതിൻ്റെ പേര് എഴുതണം. രണ്ടാമത്തേത് CH3 CH2OH. നമുക്ക് ഇത്രേ നോക്കാനുള്ളൂ. അതിൽ 2 കാർബൺ ആറ്റം ഉണ്ട്, 1 2. അതുകൊണ്ട് ഈ വേഡ് റൂട്ടായ എത്ത് എന്നിലാണ് തുടങ്ങുക. അപ്പം ഈഥൈൻ എന്ന് പറയുന്നതിൻ്റെ ഈ മാറ്റിയിട്ട് കണ്ടോ, ഇവിടെ ഈ ഇല്ല, പകരം ആൽക്കഹോളിൻ്റെ ഓയിൽ അവർ ചേർത്തു. അപ്പോൾ ഒരെണ്ണവും കൂടെ നമ്മളോട് നോക്കാം. അടുത്ത 2 കോമ്പൗണ്ടുകൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. അപ്പോൾ അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം ഒന്ന് പൂരിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീച്ചർ എന്തായാലും പൂരിപ്പിച്ചു തരും, നിങ്ങൾക്കറിയാം. നിങ്ങൾ വീഡിയോ ഫോസ് ചെയ്യണം. എന്നിട്ട് ടീച്ചർ ഇതിനു മുമ്പ് പറഞ്ഞനുസരിച്ച് ടീച്ചർ പറയുന്നതിന് മുമ്പേ ചെയ്യണം. ഇപ്പോൾ ഇതിലെ ഈ ഒരു കോമ്പൗണ്ടുകൾ 2 എണ്ണം പരിശോധിക്കുക. ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ അങ്ങ് പറഞ്ഞു, ടീച്ചർ എഴുതുന്നതിന് മുമ്പ് പറയുക OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ OH എഴുതുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്, കണ്ടോ, ഹൈഫൻ ഇട്ട് OH. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഒന്ന് നോക്കാമോ? അപ്പോൾ ഓരോന്നിൻ്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ സൈഡിൽ എഴുതുകയാണ്. എന്നിട്ട് നമുക്ക് 2ൻ്റെയും കൂടി ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാർബൺ ആറ്റം മുഴുവൻ എണ്ണി എഴുതുക. അതിലൊരു കോൺഫിഡൻസ് കുറവും ഇല്ലാതെ നമ്മൾ പഠിച്ച ഒരു നല്ല ക്വസ്റ്റ്യനാണ് മോളിക്കുലാർ ഫോർമുല എഴുതാൻ. കാർബൺ 1 2 3 C3. ഹൈഡ്രജൻ 3 2 5 2 7 7 1 8. എല്ലായിടത്തും ഉള്ള ഹൈഡ്രജൻ പോയി എണ്ണണം കേട്ടോ. എന്നാൽ ഈ ഹൈഡ്രജൻ ഇങ്ങ് മാറിയാണല്ലോ, OHലെ ആണല്ലോ, അങ്ങനെ ഒന്നും എണ്ണാതെ ഇരിക്കരുത്. അപ്പോൾ ഈ ഹൈഡ്രജനോട് എണ്ണി ഇപ്പോൾ H8. ഇനി നമുക്ക് ഓക്സിജൻ ഉണ്ടോ ഇവിടെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം, അപ്പോഴേ മോളിക്കുലാർ ഫോർമുല പൂർണ്ണമാവുകയുള്ളൂ. അടുത്തായിട്ട് ഇതിൻ്റെ നോക്കാം. 1 2 3. ഓക്കെ, കാർബൺ ഇതിൽ 3, ഹൈഡ്രജൻ 3 1 4 3 7 1 8. കൊള്ളാലോ, ഹൈഡ്രജൻ അതിലും 8. ഇനി എന്തെങ്കിലും എഴുതാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഇവിടെ ഒരു ഓക്സിജൻ, അപ്പോൾ OA. അത്ഭുതം എന്ന് പറയട്ടെ, 2 കോമ്പൗണ്ടുകളിലും ഒരേ മോളിക്കുലാർ ഫോർമുല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടെ എഴുതുകയാണ് C3H8O. എന്താണ് പിന്നെയുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ്? അപ്പോൾ ഈ OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഇതൊന്നും പഠിക്കാനില്ലെന്നേ. ഇത് വലിയ പാഠമാണെന്ന് കണ്ട വിഷമിക്കാതെ ചെയ്യേണ്ടത് ഒരു രസമാണല്ലോ എന്നോർത്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ട കാര്യം എഴുതണം. എന്താണ് ഡിഫറൻസ്? പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ്. ഈ 2 കോമ്പൗണ്ടുകളുടെ പേരിടുന്നത് അടുത്ത പേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ട നിയമങ്ങളാണ് ഈ പേജിൽ ബാക്കിയുള്ളത്.
അതൊന്നും വീണ്ടും വീണ്ടും വായിച്ചു പോലും നോക്കാൻ തന്നെ എഴുതാം. എന്നാലും ഒന്ന് വായിച്ചോ കേട്ടോ. അതായത് ഇത് കണ്ടോ, മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ആ ചെയിനിൽ OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ OH വന്നപ്പം സ്വഭാവം എല്ലാം മാറിയിരിക്കുമല്ലേ. അതുകൊണ്ട് നമുക്ക് OH ഉള്ള ആ ഒരു മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. അത് ലോങ് ചെയിൻ കണ്ടുപിടിക്കലല്ലായിരുന്നോ നമ്മുടെ നേരത്തെയും. പേരിടാൻ പോകണമെങ്കിൽ ലോങ് ചെയിൻ, രണ്ടാമത് നമ്പർ ഇടുക, മൂന്നാമത് നമുക്കിവിടെ യെല്ലോ ബോക്സ് കാണും. ആ ബോക്സിലെ നിയമം അനുസരിച്ചുകൊണ്ട് പേരിടുക. നമുക്ക് എളുപ്പത്തിൽ ഈ കോമ്പൗണ്ടുകൾക്ക് അടുത്ത പേജിൽ പേരിടാം. പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയിൻ കണ്ടുപിടിക്കണം, നമ്പർ ഇടണം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു നല്ല സ്ട്രെയിറ്റ് ചെയിനേ ഉള്ളൂ, ബ്രാഞ്ച് ഒന്നുമില്ല. അപ്പോൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് തന്നെ അതിന് നമ്പർ ഇടണം. നമ്മുടെ പ്രധാനപ്പെട്ട ആൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നും അല്ല, ഇവിടെ ബ്രാഞ്ചും ഒന്നുമല്ല. ഈ OH ആണ് സ്പെഷ്യൽ. അത് അതേ തൊട്ടിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ഒന്നെന്ന് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് എന്തിനാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നതെന്ന് ടീച്ചറിന് സംശയമാണ്. നമുക്കതുകൊണ്ട് ഈ ഒരു നമ്പറിങ് സെലക്ട് ചെയ്യാം. നിങ്ങളങ്ങ് ഇട്ടു 1, 2, 3. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം 3 അതിൽ അങ്ങനെ 3 കാർബൺ ആറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ പ്രൊപ്പൈൻ എന്ന് വിളിക്കില്ലേ? അതിൻ്റെ പേരെന്നാണ്? പ്രൊപ്പൈൻ. സിംഗിൾ ബോണ്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മാറ്റിയിട്ട്, അതുകൊണ്ടോ അതിൻ്റെ OH ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ട് പ്രൊപ്പൈൻ്റെ മാറ്റിയിട്ട്, അതുകൊണ്ട് മാറ്റി 1 ഓൾ എന്ന് ചേർത്തു. കാരണം എന്നാ, 1ലാണ് OH പിടിച്ചേക്കുന്നത് എന്നറിയാൻ നമ്പർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം. അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. കാർബണാറ്റം ഉള്ള ചെയിൻ ഇതാണ്, അതിലാണ് OH വന്നേക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ്. നമ്പർ കൊടുക്കാൻ നോക്കിയപ്പോൾ OH ഉള്ള കാർബണാറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. ഈ സൈഡിൽ നിന്നേ കൊടുക്കത്തുള്ളൂ, അല്ലാതെ അവിടെ ചെന്ന് ഒന്നൊന്നും കൊടുക്കത്തില്ല. എപ്പോഴും സൈഡിൽ നിന്നേ കൊടുക്കത്തുള്ളൂ. ഇവിടുന്ന് കൊടുത്താലും ഇതിന് 2 കിട്ടും, ഇവിടുന്ന് 1, 2 എണ്ണിയാലും 2. അപ്പോൾ എവിടുന്ന് കൊടുത്താലും 1 തന്നെ. 1, 2, 3. നമ്പർ ഇട്ടാൽ പിന്നെ പേരാണ്. പിന്നെ ഈ നമ്പർ ഇട്ട ശേഷം ഇനി എന്താണെന്ന് അടുത്ത ആളോട് ചോദിക്കാൻ പോകരുത്. നമ്പർ ഇട്ടാൽ പേരെഴുത്താണ്. പേരെഴുത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ആൽക്കൈൻ ഏതാണെന്ന് നോക്കണം. 3 ഉള്ളത് കൊണ്ട് പ്രൊപ്പ്. അത് ആൽക്കൈൻ്റെ മുഴുവൻ പേരും എഴുതിക്കോ എന്നാണ് നമ്മുടെ മഞ്ഞ ബോക്സിൽ പറഞ്ഞേക്കുന്നത്. മാത്രം എഴുതണ്ട. എഴുതുന്നിടത്ത് അതിന് പകരം വരയ്ക്കണം, ഹൈഫൻ. ആൽക്കൈൻ മുഴുവൻ എഴുതാതെ വരച്ച് ഏതിലാണോ OH വന്നത്, അതാണ് പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ OH ഗ്രൂപ്പ്, എന്നിട്ട് ആ 2ലാണ് ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പ് 2OL. അപ്പോൾ അത്ര ഈസി ആയിട്ട് ചേർക്കാം. അടുത്ത ഒരെണ്ണോട് ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് പഠിക്കുകയാണ്. പരീക്ഷാ ചോദ്യമാണെന്ന് ഷുവർ അല്ലേ? ഇപ്പോൾ 3 എത്ര എണ്ണം പഠിച്ചോ അത് മുഴുവൻ പരീക്ഷയ്ക്ക് അതേപടിയാണ് ചോദിക്കാൻ വേണ്ടി. ഏത് ചോദിക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ കോമ്പൗണ്ടുകളെല്ലാം പഠിക്കണമെന്ന് 100% നിങ്ങൾക്ക് ഉറപ്പാണ്, ടീച്ചറിനേക്കാളും ഉറപ്പാണ്. ഇനി നോക്കുക, ഇവിടെ നമ്മൾ നോക്കി ലോങ് ചെയിനൊക്കെ കണ്ടുപിടിച്ചു. ഈ കാർബൺ ആറ്റത്തിലാണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് കൊടുത്തു. ഞാനിങ്ങനെ 2 സൈഡിൽ നിന്നും കൊടുത്തൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. 3, 4, 5. അതോടുകൂടി നമ്മൾ 5 എന്നുള്ളതിൻ്റെ പെൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് പിന്നെ ടിക്ക് ചെയ്യാട്ടോ. ഇവിടെ എഴുതിയിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതി തുടങ്ങുകയാണ്. ആൽക്കൈൻ്റെ പേര് പെൻറ്റെയിൻ വരെ എഴുതാതെയേ ടീച്ചർ എഴുതുകയുള്ളൂ. എന്നിട്ട് 2ൽ OH ഗ്രൂപ്പായ ആൽക്കഹോളിൻ്റെ OH എന്നല്ല OL. അപ്പം പെൻറ്റെയിൻ 2OL ഒന്ന് വായിച്ചു നോക്കിക്കേ. പെൻറ്റെയിൻ 2OL വായിക്കാനും രസമാണെന്നേ. ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വളരെ ഈസിയായി തീർന്നിരിക്കുകയാണ്. നമ്മളൊരു ഗെയിം പോലെയാണ്. നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ വലിയ ഇഷ്ടമല്ലേ? ഇപ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി അല്പം ബുദ്ധിയൊക്കെ പ്രയോഗിക്കുന്ന ഗെയിം നമുക്ക് ചെയ്യുന്നത് പോലെ സന്തോഷമായിരിക്കണം. അല്ലെങ്കിൽ വലിയ പാഠമാണെന്നോർത്ത് ബോറടിക്കും. കെമിസ്ട്രി പാടാണേ എന്ന് പറയും. ഒരു പാടുമില്ല. സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മിടുക്കരാണ് നിങ്ങൾ. അടുത്ത ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വരുന്നതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ചില കോമ്പൗണ്ട് എടുത്തു കഴിയുമ്പോൾ ആ കോമ്പൗണ്ടിലേക്ക് 1 കാർബണും 2 ഓക്സിജനും 1 ഹൈഡ്രജനും, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. അതിൽ 1 കാർബണും 2 ഓക്സിജനും 1 ഹൈഡ്രജനും. അപ്പോൾ അത് നല്ല ഒന്ന് വിശാലമായിട്ട് വരച്ച് വെച്ചേക്കുന്നത്. 1 കാർബൺ 2 ഓക്സിജൻ OH എന്നൊക്കെ ഇതിനെ ഒന്ന് വിശാലമായിട്ട് വരച്ചേക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ പേര് കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ കാർബൺ വഴിയാണ് ഹൈഡ്രജനെ മാറ്റിയിട്ട്, നമ്മൾ ആദ്യമേ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു, എവിടെയെങ്കിലും ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവിടെ കയറി പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പേരിടുന്നതിനെക്കുറിച്ചും അവർ തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കാർബൺ എണ്ണി നോക്കി ധൈര്യമായിട്ട് ആൽക്കൈൻ്റെ പേരെഴുതും. ഈ കളഞ്ഞേക്കണം, ഈ കളഞ്ഞിട്ട്, കണ്ടോ, മീഥൈനാണെങ്കിൽ ഈ കളഞ്ഞിട്ട് ഇത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നത് എങ്കിൽ അതിനെ ഓയിക് ആസിഡ്, ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. എന്നിട്ട് ഇതിനകത്ത് പൂരിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു തരികയാണ്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് COOH എന്ന് പറയുന്ന വലിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ പേര് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കണ്ടാൽ മതി. അപ്പോൾ ചില കോമ്പൗണ്ടുകളിൽ COOH എന്ന് നേരെ എഴുതി അങ്ങ് വെക്കും. ഇവിടെ ഇതുണ്ട്, ഇച്ചിരി ഒന്ന് അവിടെ നോക്കുമ്പോൾ നമുക്ക് COOH ഇച്ചിരി ഒന്ന് പരത്തി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിടുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കാർബൺ ആറ്റങ്ങൾക്ക് എല്ലാം നമ്പർ കൊടുക്കുകയില്ലേ, ഭാഗ്യം കൊണ്ട് ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പേ തന്നെ ഒരു കാർബൺ ഉണ്ട്. അതുകൊണ്ട് അതിനൊന്ന്, ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റത്തിന് ഒന്ന് കൊടുക്കണം. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അതെവിടെ കിടന്നാലും അതിനൊന്ന് കൊടുത്തിട്ട് ബാക്കി ചെയ്താൽ മതി. 1, 2 2ആണെങ്കിൽ നമ്മൾ എങ്ങനെ തുടങ്ങും? എത്ത് എന്ന് തുടങ്ങും. എത്തൈൻ വരെ എഴുതാൻ ചെന്നിട്ട് ഈ അങ്ങ് നമ്മൾ വിട്ട് കളഞ്ഞിട്ട് അവിടെ എന്ത് ചേർക്കും? അവിടെ അത് 1 ആണെങ്കിൽ 1 ഇടാം. ഇവിടെ എപ്പോഴും അത് 1 കാരണം എന്നാ, നമ്മുടെ ആസിഡ് ഗ്രൂപ്പിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് അവിടെ 1 തുടങ്ങണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മാറി വരുന്ന ഒരു പ്രസ്ഥാനമില്ല. ബാക്കിയുള്ളവയൊക്കെ ചെയ്തപ്പം ഇപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ചെയ്തപ്പോൾ ചിലപ്പോൾ 2 വരും. ഇത് അങ്ങനെ വരില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. വളരെ എളുപ്പമാണ്, ഇതിന് വളരെ എളുപ്പമാണ്. ഈ കളഞ്ഞിട്ട് അവിടെ OIC, കണ്ടോ, OIC ആസിഡ്. വായിക്കാനും എളുപ്പമാണ്, എത്തനോയിക് ആസിഡ്. അടുത്ത പേജിൽ വേറെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ പുല്ല് പോലെ പഠിക്കും. ഈ ടേബിളിൽ നമുക്ക് 4 ആസിഡിനെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ. അപ്പോഴേക്കും നമ്മൾ നന്നായിട്ട് പഠിക്കും. നമുക്ക് ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. നോക്കിയപ്പോൾ ചെയിൻ ഒന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല, ഉള്ളതെടുക്കാം. അതിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പകച്ചൊന്നും ഇരിക്കേണ്ട, ഇനി 1 ഉള്ളല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട. മീഥൈൻ എന്നുള്ളത് എഴുതി അവിടെ എഴുതാതെ, മീഥൈൻ മൊത്തം എഴുതുമ്പം കൂടെ ഉണ്ട്, അത് എഴുതാതെ OIC ആസിഡ്, മെത്തനോയിക് ആസിഡ്. ഇവിടെ അടുത്തത് നോക്കുകയാണ്. ഇവിടെ നോക്കിയപ്പോൾ ഇത് ആസിഡ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. കാരണം ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അടുത്തായിട്ട് നമ്പർ കൊടുക്കുകയാണ് 1, 2. നമ്പരിട്ടാൽ പേരെഴുതും. 2 എന്നുള്ളതിൻ്റെ എത്തൻ ഇട്ടു, അതിൻ്റെ ഇതൈൻ വരെ ഇട്ടിട്ട് മാറ്റിയിട്ട് ഓയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ 3 കാർബൺ ആറ്റങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ആസിഡ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ളത് എപ്പോഴും, അത് 1ാമത്തേത് എപ്പോഴും എന്തായിരിക്കും? ആസിഡ് ഗ്രൂപ്പ് ചേർന്ന് 1, ഇത് 2, ഇത് 3. എല്ലാത്തിനും സിംഗിൾ ബോണ്ട് നമ്മൾ കൊടുത്തു. പഴയ പോലെ തന്നെ ഒരു കാർബണയിൽ 1 ബോണ്ടും 3 ഹൈഡ്രജനും, ഇത്തെ 2 ബോണ്ട് 2 ഹൈഡ്രജൻ. ഇത്തേൽ ഒന്നും ചേർക്കേണ്ടതില്ല. ആസിഡിൻ്റെ ഗ്രൂപ്പ് അതൊരു ആസിഡ് ഗ്രൂപ്പാണ്. അടുത്തോട്ട് ആരെങ്കിലും അടുക്കുവോ? അടുത്തായിട്ട് ഇതിൻ്റെ പേരിടാനാണ്. ആസിഡിലെ കാർബണിന് ടീച്ചർ ഊന്നി പറയുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയാണ്. ഈ കാർബൺ 1 കൊടുക്കണം, ഇതിന് 2, ഇതിന് 3, 4 കണ്ടതോടുകൂടി നമ്മൾ ബ്യൂട്ടൈൻ എന്നെഴുതിയിട്ട് എഴുതാതെ നിന്നു. എന്നിട്ട് OIC ആസിഡ്. ഇതൊന്നും ഒരു പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പിന്നെ നമുക്ക് ഒരു ബോറടിക്കുന്നു, നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒരു ബോറടിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ബോറടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, മാർക്ക് വരില്ല. അപ്പോൾ അത് ബോറടിയൊക്കെ മാറ്റാനുള്ള കാര്യം നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇത് പഠിച്ചേ പറ്റൂ. നല്ല മാർക്ക് എന്തായാലും നന്നായിട്ട് പറഞ്ഞു കിട്ടുന്നുണ്ടല്ലോ, എന്നാൽ നമുക്ക് പഠിച്ചേക്കാം എന്ന് വെക്കുമ്പോൾ തന്നെ ബോറടി മാറിക്കോളും. അപ്പോൾ അടുത്തതായിട്ട് ഇതിങ്ങനെ പറഞ്ഞു കിട്ടിയില്ലായിരുന്നെങ്കിലോ?
നമ്മൾ എങ്ങനെ എഴുതും? ഇത് എത്രയോ ഈസി ആയിട്ട് വളരെ ചെറിയ സ്റ്റെപ്പുകളുടെ ഒത്തിരി വിശദീകരണമില്ലാതെ നിങ്ങൾക്ക് പറഞ്ഞ് കിട്ടുന്നില്ലേ? അടുത്തതായിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, ചിലയിടത്ത് CHO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിൻ്റെ പേര് ആൾഡിഹൈഡിക് ഗ്രൂപ്പ് എന്നാണ്. ഇനി നമുക്ക് ആ ചിട്ടയിലങ്ങ് പഠിച്ചു പോവാം. CHO എന്ന ഗ്രൂപ്പ് കണ്ടാൽ ആൾഡിഹൈഡിക് ഗ്രൂപ്പ്. ആൾഡിഹൈഡ് എന്ന ഒരു കോമ്പൗണ്ടിൽ പെടുന്നു. CHO എവിടെയെങ്കിലും ഒരു കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് ആൾഡിഹൈഡ് ആയിരിക്കും. CHO എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൾഡിഹൈഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേര്, ഇപ്പോൾ സ്പീഡായില്ലേ പഠിക്കുന്നതിന്. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇച്ചിരി പരത്തി എഴുതുന്ന ഇങ്ങനെയാണെന്ന് ഓർത്തണം, CHO. കണ്ടോ? അവിടെയും നമ്മൾ ആസിഡിന് കൊടുത്തോളൂ, ഇതിന് 1, ഇതിന് 2. എന്നിട്ടോ പേരിടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഇപ്പം 2 കാർബൺ അല്ലേ, അപ്പോൾ നമ്മൾ ഒട്ടും വിഷമിക്കാത്ത ഒന്നും എഴുതി അങ്ങ് തുടങ്ങണം. ഈഥൈൻ വരെ എഴുതി എഴുതാതെ ആൽഡിഹൈഡിൻ്റെ AL അങ്ങ് ചേർക്കണം. AL അങ്ങ് ചേർക്കണം. ഇതും ആൾഡിഹൈഡിനും കാർബൺ ഉള്ളതുകൊണ്ട്, കാർബൺ ഉള്ള ഒരു സെറ്റപ്പ് അല്ലേ ഈ ആൾഡിഹൈഡ്, അതുകൊണ്ട് തന്നെ അതിനും 1 തന്നെ അത് വരുള്ളൂ. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇതിന് നമ്മൾ ഒന്നൊന്നും പ്രത്യേകമായിട്ട് എഴുതണ്ട. നമ്മൾക്ക് കുറേ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടേബിൾ അടുത്ത പേജിലുണ്ട്. അതുകൂടെ ചെയ്യുന്നതോടെ ആൾഡിഹൈഡൊക്കെ വെരി സിമ്പിളായിട്ട് നമ്മൾ നെയിം ചെയ്യും, പേരിടും. പഠിച്ചു മടുക്കുന്ന പോലെ ടീച്ചറിന് തോന്നുകയാണ്. അതുകൊണ്ട് ടീച്ചർ ഒരു സന്തോഷ വാർത്ത പറയാം. ഇത് വലിയൊരു പാഠമായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ക്ലാസ്സും അതിനുശേഷം ഈ പാഠത്തിൻ്റെ പേര് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ? നോമൻക്ലേച്ചർ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആൻഡ് ഐസോമറിസം എന്നായിരുന്നു. ഐസോമെറിസത്തിന് വേണ്ടിയിട്ട് ടീച്ചർ ഒരു വീഡിയോ ക്ലാസ് കൂടെ തരും. അങ്ങനെ ഈ വീഡിയോ ക്ലാസ്സും അടുത്ത വീഡിയോ ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ പാഠം തീരും. അപ്പോൾ സന്തോഷിക്കണം, നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ച് കഴിയാൻ പോകണം. എന്ത് കഷ്ടപ്പെട്ടിട്ടാണേലും വേണ്ടില്ല, പഠിച്ചേക്കാം എന്ന് വെക്കണം. ഇനി അതൊന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ ചെന്നാലോ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾ അടിപൊളി, നിങ്ങളായിരിക്കും ക്ലാസ്സിലെ സ്റ്റാർ. അപ്പം നമുക്കൊന്ന് ഒരു സന്തോഷത്തോടെ ഒരു സ്ട്രെച്ചും കൂടെ അങ്ങ് പിടിക്കാം. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്ന കാർബണും ഓക്സിജനും മാത്രമുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആ കീറ്റോ ഗ്രൂപ്പ് ആണ് വരുമ്പോൾ ഒന്നുകിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പാറ്റേൺ, ഇത് കണ്ടോ, ഒരു കാർബൺ വന്നിട്ട് നടുക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട പോലെ ഓക്സിജനും ഒക്കെ ആയിട്ട് ചില കോമ്പൗണ്ടുകൾ അങ്ങനെ അവർ എഴുതി വെക്കും. ഇനി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി അവർ എഴുതാറുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചേക്കാം, പുസ്തകത്തിൽ തന്നെ കാണിക്കാം. ഇത് കണ്ടോ, അതങ്ങ് ചുരുക്കിയിട്ട് CO എന്ന് എഴുതാം. അപ്പോൾ കീറ്റോ ഗ്രൂപ്പ് 2 രീതിയിൽ എഴുതാം. C ഇട്ടിട്ട് ഇങ്ങനെ ഡബിൾ ബോണ്ട് O എന്ന് കൊടുത്ത് അതിൽ നിന്ന് 2 വരെ ഇങ്ങനെ കൊടുക്കുന്നത് പോലെ എഴുതാം. ഒന്ന് ടീച്ചർ ഇങ്ങനെ എഴുതി വെക്കാം, C ഡബിൾ ബോണ്ട് O, പിന്നെ ഇങ്ങനെ 2 വര. അത് താഴേക്കോ മുകളിലോട്ടോ എങ്ങോട്ടെങ്കിലും ചെരിച്ചോ എങ്ങനെ, CL ഡബിൾ ബോണ്ടോ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ താഴേക്ക് തിരിഞ്ഞോ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞിരിപ്പുണ്ടായിരിക്കണം. അത്തയിൽ നിന്നും CH3 ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കണം. ഇവിടെ അത് ചുരുക്കി എഴുതുന്നതാണ് പലപ്പോഴും ചെയ്യുന്നത് CO. ടീച്ചർ അത് പറയാൻ കാരണം അവർ ഈ കീറ്റോ ഗ്രൂപ്പ് തുടങ്ങുന്ന സ്ഥലത്ത് അവരത് ആ CO ഒന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് CO ഗ്രൂപ്പ് കണ്ടാൽ അത് കീറ്റോ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾക്കും സ്പെഷ്യൽ പേരുണ്ട്, കീറ്റോൺസ്. ആൽഡിഹൈഡ്സും കീറ്റോണും പഠിക്കാൻ എളുപ്പമായിരുന്നേ. ഗ്രൂപ്പിൻ്റെ പേരും ആ കോമ്പൗണ്ടുകളും തമ്മിൽ നല്ല ബന്ധമുണ്ട്, കീറ്റോൺസ്. അപ്പോൾ കീറ്റോൺസ് ആർ കോമ്പൗണ്ട്സ് വിത്ത് CO ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. CO എന്ന് മാത്രമേ വരികയുള്ളൂ. ഇനി നമുക്കതിൻ്റെ പേരിടിയിൽ കർമ്മത്തിലേക്ക് കടക്കാം. അതിനും നല്ല എളുപ്പമാണെന്നാണ് അവർ പറയുന്നത്. ആൽക്കൈൻ ഇടുക, E മാറ്റുക, കീറ്റോണിൻ്റെ പേരിനകത്തെ ON ചേർക്കുക. അപ്പോൾ പതുക്കെ പറഞ്ഞും എഴുതി അങ്ങ് പഠിച്ചാൽ മതി, ഒത്തിരി വിശദീകരിക്കാനില്ലെന്നേ. E മാറ്റുക, ON ചേർക്കുക. അപ്പോഴേ നമ്മൾ തിരിച്ചു പോയൊന്ന് ആൽക്കഹോൾ നോക്കിയേക്കണം. അവിടെ E മാറ്റുക, AL ചേർക്കുക. ആൽക്കഹോളിൻ്റെ അടുത്തൊന്ന് പോയി നോക്കുക, E മാറ്റുക, ആൽക്കഹോളിൻ്റെ OL ചേർക്കുക. ആസിഡിൻ്റെ അടുത്ത് പോയി നോക്കുക, E മാറ്റിയിട്ട് OIC ആസിഡ്, ഓയിക് ആസിഡ് എന്ന് ചേർക്കുക.
അപ്പോൾ ഇവിടെ ഈ കോമ്പൗണ്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു പ്രത്യേകത, കീറ്റോ ഗ്രൂപ്പ് നടുക്കും സൈഡിൽ ഒന്നും വരികയില്ല. എവിടെയെങ്കിലും ഒരു രണ്ടുപേരുടെ ഇടയിലേ ഇത് വരികയുള്ളൂ. അപ്പോൾ അത് CO എന്ന് എഴുതുകയോ ഇങ്ങനെ C+O എന്ന് അവരെഴുതിയിടുകയോ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കീറ്റോ ഗ്രൂപ്പിൻ്റെ വരുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കണം. കീറ്റോ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുകയും ചെയ്യണം. ഇവിടെ നോക്കിയാൽ നടുക്കാക്കിയിട്ട് തൂക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ കൊടുത്താലും ഈ CO ഉള്ള Cക്ക് 2 വരികയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് മനസ്സിലായി പ്രൊപ്പൈൻ എന്നാണ് 3 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് പ്രൊപ്പൈൻ എന്നാണ്. അപ്പോൾ തന്നെ ഇച്ചിരിയുടെ വൃത്തിയായിട്ട്, കാരണം നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. പ്രൊപ്പൈന് 2 വരാനേ സാധ്യതയുള്ളൂ, അതുകൊണ്ടാണ് അവർ നമ്പർ ഇടാത്തത്. എങ്കിലും ടീച്ചർ പറയുകയാണ് പ്രൊപ്പ് എന്നിട്ടു, പ്രൊപ്പ് വരെ ഇട്ടു 3 കാർബൺ ആറ്റം. എന്നിട്ട് 2ലാണ് ONE. ഇതും വളരെ ശരിയായ നെയിമിംഗ് ആണ്. പ്രൊപ്പൈന് എന്നാണ് ടീച്ചറെ എന്ത് ഇവിടെ 2 ഇടാത്തേ, ഞങ്ങൾക്ക് വലിയ വിഷമാകുന്നുണ്ട്. പക്ഷേ പ്രൊപ്പൈന് ഈ 2ൽ മാത്രമേ വരികയുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ വേറെ സ്ഥലത്തും വരുമെന്നേ. അപ്പം നമുക്ക് വേറെ ഒരു നെയിം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈസി ആകും. പതുക്കെ പതുക്കെ എഴുതുക, വീണ്ടും വീണ്ടും ചെയ്യുക. ഇതല്ലാതെ ഒരു മാർഗ്ഗം ഇല്ല. ഉണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞേനെ. കാരണം കുട്ടികൾ സന്തോഷത്തോടെ ഈസി ആയിട്ട് പഠിക്കണമെന്നാണ് ടീച്ചറിൻ്റെ ആഗ്രഹം. നോക്കിക്കുക, അടുത്ത ഒരു നെയിമിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇതാണ് നമ്മൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. അതൊന്നും നമ്മൾ ഒത്തിരി ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പിള്ളേർക്കൊരു ആശ്വാസമാണ്. അടുത്ത നമ്പർ കൊടുക്കുകയാണ്. ഇവിടെയാണ് ഈ സൈഡിലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നത്. നമ്മളിങ്ങനെ പലതിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ടീച്ചർ എളുപ്പപ്പണി പറഞ്ഞില്ലേ. അതുകൊണ്ട് ഈ കാർബൺ 1, ഈ കീറ്റോ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടി 2, അങ്ങനെ കൊടുത്ത 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിനേൽ. അതിനുശേഷം അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ 2ആണ്. ഇതൊരു ആൽക്കൈൻ ആയിരുന്നെങ്കിൽ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, എന്നാൽ 5 ഉണ്ടായത്, നമ്മൾ വെറുതെ പെൻറ്റെയിൻ എന്ന് വിളിച്ചേനെ. പക്ഷേ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ട്, ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് പെൻറ്റെയിൻ വരെ എഴുതി, അതിൻ്റെ മാറ്റി അതിന് നമ്മൾ 2ONE എന്ന് ചേർത്തു. പെൻറ്റെയിൻ വരെ എഴുതി, 2ൽ ആണ് ഉള്ളെന്നിട്ടു, 2 ONE. മാറ്റിയിട്ട് പൊസിഷനും ഇടണം, ONEയും എന്നിടണം. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്ത് പൊസിഷൻ ഇടുന്നതിന് മുമ്പ് AN ഇടാൻ മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ ഇട്ടോണം കേട്ടോ. ഇനി ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഈസി ആകും. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. നമുക്ക് നോക്കാം. ഇവിടെ നടുക്കാണ്, ഏത് സൈഡിൽ നിന്ന് ചെയ്താലും ഒന്ന് തന്നെ. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ചെയ്യാം. 1, 2, 3. കീറ്റോ ഗ്രൂപ്പിന് 3 കിട്ടി. ഇവിടെ നിന്ന് 1, 2, 3. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് ചെയ്താലും ഒന്നാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 3. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. 5 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് പെൻറ്റെയിൻ വരെ എഴുതി, എഴുതാൻ പെൻറ്റെയിൻ എന്നെഴുതി, എഴുതാനായിട്ട് നമ്മൾ വിട്ട് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ 3ലാണ് 3 ഓൺ ഉണ്ടോ, കീറ്റോണിൻ്റെ ഓൺ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഏത് സൈഡിൽ നിന്ന് കൊടുത്താലും 3 നടുക്ക് വന്നതുകൊണ്ട് കുഴപ്പമില്ല. 5 കാർബൺ പെൻറ്റെയിൻ തുടങ്ങി മാറ്റിയിട്ട് ONE കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ പൊസിഷൻ എഴുതണം 3 ഓൺ. അടുത്ത പേജിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടി പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഗ്രൂപ്പുകളും അതിൻ്റെ കോമ്പൗണ്ടുകളുടെയും കാര്യം കഴിയുകയാണ്. അടുത്തത് ഹാലോ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളാണ്. അതിലേതേലും ഒന്ന് വന്നാൽ മതി. നമുക്ക് ഗ്രൂപ്പ് 17 ഹാലോജൻസ് എന്ന് പറഞ്ഞ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഓർമ്മയുണ്ടല്ലോ. അവ വന്ന് ഹൈഡ്രജൻ മാറിയിട്ട്, എപ്പോഴും ഹൈഡ്രജൻ മാറിയിട്ടാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ഒരു ഹൈഡ്രജൻ പോകും, ആ ഭാഗത്താണ്, ഏത് കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ പോകുന്നോ ആ ഭാഗത്താണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും കോമ്പൗണ്ടുകളിലെ ഹൈഡ്രജൻ 1, 2 എണ്ണോ ഒക്കെ പോയിട്ട് എത്ര വേണേലും പോകാം, അത്ര എണ്ണം ഹാലോജൻ അവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ അത്തരം കോമ്പൗണ്ട് ഹാലോജനാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഒരു പേരുണ്ട്, ഹാലോ കോമ്പൗണ്ട്സ്. ചിലപ്പോൾ ഫ്ലൂറിനാണ് അറ്റാച്ച് ചെയ്യുന്നത് എങ്കിൽ അതിനെ ഫ്ലൂറോ ചേർത്ത് നമ്മൾ വിളിക്കും.
ക്ലോറിനാണ് അറ്റാച്ച് ചെയ്ത് ക്ലോറോ ചേർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ബ്രോമിനാണ് ബ്രോമോ എന്ന് ചേർത്ത് വിളിക്കും. അയഡിനാണ് അയഡോ എന്ന് ചേർത്ത് വിളിക്കും. അപ്പം നമുക്കതിൻ്റെ 2 പേരിടയിൽ സ്പെഷ്യലാണ്, പേര് ചേർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പേരിടുന്നതിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം ടീച്ചർ എളുപ്പപ്പണിയാണ് പറയുന്നത്, കുട്ടികൾക്കൊരു സന്തോഷമാകട്ടെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ലോങ് ചെയിനൊക്കെ കണ്ടുപിടിച്ചു. ക്ലോറിൻ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഇത് 1 പറഞ്ഞു, 1 അപ്പോൾ ഇവിടെ തൊട്ട് 1, 2, 3 ഇതൊന്നും നമുക്കിപ്പോൾ ഇനി ഈസി ആയി. ഇനി നമ്മൾ ചേർത്ത് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ പേര് 3 കാർബണാറ്റം ഉള്ളതുകൊണ്ട് പ്രൊപ്പ് കൂട്ടി പ്രൊപ്പൈൻ എന്നാണ് ചേർത്ത് വിളിച്ച് 1 ക്ലോറോ പ്രൊപ്പൈൻ, അങ്ങനെയാണ് അതിന് പേര് വിളിക്കുന്നത്. ഇവിടെ തൊട്ട് താഴെ അവരങ്ങനെയാണ് ഇത് കണ്ടെത്തിയേക്കുന്നത്. അപ്പോൾ ഒരെണ്ണോടെ പറഞ്ഞു തന്നിട്ട് വീണ്ടും ഒന്നോടെ പറഞ്ഞു തരാവേ. ഇപ്പോൾ പേര് ചേർത്ത് വിളിക്കുന്നു, നമ്പർ ഇടുന്നിടം വരെ കഴിഞ്ഞാൽ പേര് അപ്പോഴേ വിളിച്ചോണം, നമ്പർ ഇട്ടാൽ പേര് വിളിച്ചോണം. 1 ക്ലോറോ പ്രൊപ്പൈൻ. അപ്പോൾ ഇവിടെ വേറെ ഒരു വലിയ കോമ്പൗണ്ട് നമ്മളെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടി ഒന്ന് നോക്കാം. ഇവിടെ നമ്പർ ഇടിയിലാണ് നമുക്ക് ആദ്യത്തെ പണി. ലോങ് ചെയിൻ കണ്ടുപിടിച്ചു, നമ്പർ ഇടിയിൽ. അപ്പോൾ ഇവിടെയാണ് ഈ സൈഡിലാണ് ബ്രോമിൻ വന്നേക്കുന്നത്. 1, 2, 3, 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2-ലാണുള്ളത്. അപ്പോൾ 2-ൽ 2 എണ്ണം കൊണ്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് 2 പ്രാവശ്യം നമ്പർ എഴുതണം, മറക്കരുത്. 2 പ്രാവശ്യം നമ്പർ എഴുതണം. 2-ൽ 2 ബ്രോമിൻ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2 ബ്രോമിൻ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള ഡൈബ്രോമോ ബ്യൂട്ടൈൻ. 2 ഡൈബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ്. എന്തായാലും ബുദ്ധിമുട്ട് വന്നോ? ഇതെല്ലാം പഠിച്ചെടുക്കണമെന്നുള്ള ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. ഈസിയാണ് കാര്യങ്ങൾ. എന്നാൽ ഈസി ആയിട്ട് നാളത്തേക്ക് വെച്ചേക്കാമെന്ന് പറഞ്ഞാലോ, പുസ്തകം മാറി കുറച്ച് കൂടുതൽ പഠിക്കാനുള്ള പുസ്തകങ്ങളാണ് വന്നേക്കുന്നത്. നമുക്ക് മാർക്കും ഇനിയുള്ള കാലത്ത് കൂടുതൽ മേടിച്ചാലേ ജയിക്കാൻ പോലും പറ്റുള്ളൂ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയില്ല, തമാശയ്ക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. സന്തോഷത്തോടെ പഠിക്കുക. നോക്കിക്കേ, 2-ലാണ് നമ്മൾ എണ്ണം കൊടുത്ത പേരിടിയിലാണ് എണ്ണം എഴുതി പേര് ചേർത്ത് വിളിക്കുകയാണ് ഹാലോ കോമ്പൗണ്ട്സിന് ചെയ്യുന്നത്. ഹാലോജൻ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച കോമ്പൗണ്ടുകളെ ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്, ഇതിൻ്റെ മുകളിൽ പറയുകയും ചെയ്തു. ഇതൊന്ന് നമുക്ക് നോക്കാം. മെയിൻ കാർബൺ ആറ്റം 3 എണ്ണം ഉണ്ട്. ഇങ്ങനെയുള്ളത് പൂരിപ്പിക്കാൻ ടീച്ചറിൻ്റെ ആവശ്യമില്ല. ഇനി അതിനകത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 കാർബൺ ആറ്റമുള്ള ആൽക്കൈനെ, സിംഗിൾ ബോണ്ടുള്ള ആൽക്കൈനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രൊപ്പൈൻ. ഇനി ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പ് ഏതാണ്? ക്ലോറോ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ക്ലോറിനായിട്ട് ക്ലോറോ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ ഒന്ന് പറയാമോ? 1-ലാണ് പൊസിഷൻ. സോ 1 ക്ലോറോ പ്രൊപ്പൈൻ. ആ ഒരു പാറ്റേൺ ആണ്. ഒരു ടേബിൾ ഉണ്ട് നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കാം. അത് നമുക്ക് ഇതിൻ്റെ പേര് എഴുതിയിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകാം. പേര് എഴുതിയിട്ട്. അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കാൻ നോക്കുമ്പോൾ നടുക്കാണ് ഫ്ലോറിൻ. നമുക്കൊരു സൈഡ് നടുക്കായതുകൊണ്ട് 2 സൈഡിൽ നിന്ന് കൊടുത്താലും ഇവിടെ 2 വരികയുള്ളൂ. അതിന് നമ്മൾ തുടങ്ങുകയാണ്. 2 ഫ്ലൂറോ FLUORO 2 ഫ്ലൂറോ. എഴുതി നോക്കിയാലേ സ്പെല്ലിംഗ് ഒക്കെ അക്ഷരങ്ങളും ചാടിപ്പോകാതെ എഴുതുകയുള്ളൂ കേട്ടോ. 2 ഫ്ലൂറോ എന്ത് സാധനമാണ്? 3 കാർബണാറ്റമുള്ള വേഡ് റൂട്ട് പ്രൊപ്പൈൻ. അടുത്തത് ഇവിടെ ഒരു അയഡിനാണ് കിടക്കുന്നത്. 1 2 3 4 5 നമ്പരിടിയിലാണ് പ്രധാനം. നമ്പരിട്ടാൽ പേരിട്ടോണം. 1-ൽ അയഡോ, 1IODO 1 അയഡോ. 5 കാർബണാറ്റം ഉള്ളത് കൊണ്ട് പെൻറ്റെയിൻ. 1 അയഡോ പെൻറ്റെയിൻ. അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നോടൊന്ന് പറയാണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സിമ്പൽ എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സിമ്പൽ എന്ത്? രണ്ടാമത് ചോദിക്കുന്നത് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ആ കോമ്പൗണ്ടിൻ്റെ പേരെന്ത്? ഹാലോ കോമ്പൗണ്ട്സ്, ആൽക്കഹോള്, കാർബോക്സിലിക് ആസിഡ്, അങ്ങനെ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ സ്പെഷ്യൽ പേരുണ്ട്. ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ടും ആ കോമ്പൗണ്ടിൻ്റെ പേരെന്ത്?
അടുത്തതായിട്ട് പല കോമ്പൗണ്ടുകൾ ഇങ്ങനെ തന്നിട്ട് അതിൻ്റെ പേരിടാനായിട്ട് ചോദിക്കും. ഇനിയോ പേര് തന്നിട്ട് കോമ്പൗണ്ട് എഴുതാൻ ചോദിക്കും. ഇവിടെ ഇച്ചിരി സ്ഥലം കുറവല്ലേ, അതുകൊണ്ട് ടീച്ചർ ഈ പേര് എഴുതിയിട്ട് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ എന്ന പേര് ടീച്ചർ അല്പം വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതൊന്ന് നമുക്ക് എഴുതി നോക്കാം. അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗമാണ്. ബ്യൂട്ടൈൻ എന്ന് കണ്ടതോടെ 4 കാർബൺ, കാരണം ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 എന്ന് അർത്ഥമാക്കുന്നു. ഇനി ANE എന്ന് കണ്ടതോടെ എല്ലാത്തിനും ഇടയിൽ സിംഗിൾ ബോണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 2ലും 3ലും അടുത്തായിട്ട് 2ലും 3ലും ഡൈക്ലോറോ 1, 2 അതിൽ ഒരു ക്ലോറിൻ, 3ലും ഒരു ക്ലോറിൻ. അടുത്തതായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഇത്തേൽ ഒരു ബോണ്ടേ ഉള്ളൂ, അതുകൊണ്ട് 3 ഹൈഡ്രജൻ. ഇവിടെ 1, 2, 3 അങ്ങനെയുള്ളത് കൊണ്ട് ഇവിടെ 3, 1, 4. ഇനി അടുത്ത കാർബൺ പരിശോധിച്ചാലും 1, 2, 3 ബോണ്ട്, 3, 1, 4 ഒരു ഹൈഡ്രജൻ, ഒരു ബോണ്ട്, 3 ഹൈഡ്രജൻ. അങ്ങനെ നമ്മളുടെ ആ കോമ്പൗണ്ടിൻ്റെ പേര് തരുമ്പോൾ കോമ്പൗണ്ട് എഴുതുന്ന ഈസിയാണ്. ഇവിടെ നോക്കി ബ്യൂട്ട് എന്ന് കണ്ടതോടെ 4 എണ്ണം ഇട്ടു. അതിൽ 2ലും 3ലും ക്ലോറിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലോറിൻ ഇട്ടു. ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുത്തു. ഇനി നമുക്ക് ഒരേ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കൂടിയേ പഠിക്കാനുള്ളൂ. അത് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പിനകത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് O എന്ന ഒരു ലിങ്കേജ് ആണ്. ഒരു ലിങ്ക് O എന്ന ഇത് കൊടുത്തിട്ട് 2 ബോണ്ടാണ്. അങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളെ ഈതർ എന്നാണ് പറയുന്നത്. വായിക്കാൻ നോക്കുക. ഈതർ എന്നാണ് പറയുന്നത്. ഈതറിനെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട്, അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ളത് ഈതർ എന്ന് മാത്രമാണ് ഇവിടെ ചോദ്യമുള്ളത്. നമുക്കതിൻ്റെ പേരിടുന്നതൊക്കെ അടുത്ത പേജിൽ നിന്ന് പഠിക്കാം. ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് O ഗ്രൂപ്പ്. ഈ O കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് 2 ബോണ്ട് വന്നിരിക്കുന്ന ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈതർ ലിങ്കേജ് ആയിട്ട് ആ കോമ്പൗണ്ടുകളെ ഈതർ എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഈതർ ആ ഓയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്, അതായത് CH3 എന്ന് പറയുന്ന ഗ്രൂപ്പോ അല്ലെ CH2CH3 എന്ന് പറയുന്ന ഗ്രൂപ്പോ അല്ലെ CH2CH2CH3 എന്ന് പറയുന്ന ഗ്രൂപ്പുകളോ 2 വശങ്ങളിലായിട്ടും പിടിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഈതർ കോമ്പൗണ്ടുകൾ. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് O വന്ന ശേഷം 2 സൈഡിലും കാർബൺ ആറ്റത്തിൻ്റെ ബോണ്ടിങ് ആണ് വരുന്നത്. അതായത് CH3 പോലെയോ ഇതുപോലെ നീളമുള്ളതോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതാണ് വരുന്നത്. ഇനി അവരുടെ പേരിടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. മറ്റുള്ളവയുടെ പേരിടുന്നതിൽ നിന്നും ഇവയ്ക്ക് അല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സമയമെടുത്ത് പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാർബണാറ്റമാണെങ്കിൽ നമുക്കറിയാം മെത്തെന്ന് തുടങ്ങണം. വളരെ ലളിതമായിട്ടേ ഉള്ളൂ. മെത്തെന്ന് തുടങ്ങണം. എന്നിട്ട് ഈ ഓക്സിജനെ സൂചിപ്പിക്കുന്ന ഓക്സി എന്ന് പറയണം. എന്നിട്ട് വീണ്ടും ഒരു കാർബണാറ്റം ഉള്ളത് ചേർത്ത് മീഥൈൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പറയും? അടുത്തതൊന്ന് നോക്കാം. അപ്പോൾ 2 എണ്ണം ചെയ്യുമ്പോൾ പിടികിട്ടുമല്ലോ. അപ്പം നോക്കിക്കേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 കാർബണാറ്റവും ഈ ഓക്സിജൻ്റെ ഒരു സൈഡിൽ 3 കാർബണാറ്റമുള്ള ഒരു ചെയിനും ഒരിടത്ത് 1 കാർബണാറ്റമുള്ള ചെയിനുമാണ് ഉള്ളത്. അപ്പോൾ ഇവരിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ആദ്യം പറയുമ്പോൾ ഷോർട്ടർ ആയിട്ടുള്ളത് ആൽക്കോക്സി എന്ന് പറയണം. അപ്പോൾ ഈ സൈഡിൽ ചെറിയ ഒരു കാർബണാറ്റേ വരുന്നുള്ളൂ, അത് ഒരെണ്ണമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങും? അതും മെത്തോക്സി എന്ന് തുടങ്ങിയിട്ട് ബാക്കിയുള്ള ഭാഗം, അപ്പോൾ ഇവിടെ ഈ ഭാഗമായി ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത്, ഇത് ഓക്സി ഇവിടം വരെയായി. ഇനി ഇതെത്രയാണ്? 3 കാർബണാറ്റം ഉള്ളത് കൊണ്ട് പ്രൊപ്പൈൻ എന്ന് എഴുതിയാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരെണ്ണോടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ ഒരു ഓക്സിജൻ്റെ 2 വശത്തെയും കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആദ്യം പറഞ്ഞു തുടങ്ങേണ്ട സൈഡ്, കുറഞ്ഞ കാർബണാറ്റമുള്ള സൈഡ് പറഞ്ഞു തുടങ്ങണം. ഇപ്പോൾ ഇവിടെ ഒരു കാർബണാറ്റവും ഓക്സിജൻ്റെ ഈ സൈഡിൽ 2 കാർബണാറ്റവുമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ സൈഡാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. അതുകൊണ്ട് പേര് തുടങ്ങുന്നത് മെത്തോക്സി ഇവിടം വരെ ആയി. ഇനി 2 കാർബണാറ്റം ഉള്ളത് കൊണ്ട് ഈഥൈൻ. അപ്പോൾ മെത്തോക്സി ഈഥൈൻ എന്നാണ് എഴുതേണ്ടത്. അടുത്തതായിട്ട് ഇവിടെ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നിട്ട് UPSC നെയിം തന്നിട്ട് കോമ്പൗണ്ട് എഴുതാവോ എന്ന് ചോദിച്ചു. ഈസി ആയിട്ട് എങ്ങനെ എഴുതാം?
ഓക്സി കണ്ടതോടുകൂടി ഇത് എന്തിൻ്റെ പേരാണ്? ഈഥർ. ഈഥർ ആണെങ്കിൽ ഒരു O എന്ന് പറയുന്ന ലിങ്കേജ് തീർച്ചയായും നടുക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ രണ്ട് സൈഡിലും ആണ് നോക്കേണ്ടത്. അപ്പോൾ ഓക്സി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ 2 കാർബൺ ആറ്റം, മറ്റേ സൈഡിൽ 3 കാർബൺ ആറ്റം ഉണ്ടോ? എല്ലാം ഈസിയാണ്, വളരെ ബുദ്ധിപരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിനെല്ലാം സിംഗിൾ ബോണ്ട് കൊടുത്തിട്ട് കാർബണിന് മാത്രം ആവശ്യത്തിന് ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ ഒരു ബോണ്ടേ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഇതിന് 3 ഹൈഡ്രജൻ. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട്, 2 2 4. ഇനി ഓക്സിജൻ അങ്ങനെയൊന്നും നോക്കേണ്ടതില്ല. ഇവിടെയുള്ള ഇതിനും ഇടയ്ക്കോടെ സിംഗിൾ ബോണ്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഹൈഡ്രജൻ. അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ടാണ്, അതുകൊണ്ട് 2 ഹൈഡ്രജനോടെ. ഇതിന് 2 ബോണ്ടാണ്, അതുകൊണ്ട് 2 ഹൈഡ്രജനോടെ. ഇത്തൽ 1 ബോണ്ടാണ്, അതുകൊണ്ട് 1 3. ഇങ്ങനെയാണ് എത്തോക്സി. കണ്ടോ, 2 കാർബണാറ്റം ഉള്ളതുകൊണ്ട് എത്ത് എന്ന് തുടങ്ങി ഓക്സി, എത്തോക്സി. ഇനി അതിൻ്റെ പേര് പറഞ്ഞാൽ മതി, പ്രൊപ്പൈൻ. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്ന ഈഥറിൻ്റെ നെയിമിങ് നമ്മൾ സൂപ്പറായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോലെയുള്ളൊരു ടേബിളാണ് നമുക്കുള്ളത്. ആ ബോക്സിൽ നമ്മുടെ പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ചോദ്യങ്ങളുടെ പാറ്റേൺ ആണ്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ കൃത്യമായിട്ടൊന്ന് നോക്കണം. ഓരോ ഗ്രൂപ്പിൻ്റെയും പേരുകൾ എഴുതാമോ എന്നാണ് ഫസ്റ്റ് കോളം. അതെല്ലാം നമുക്കങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം എഴുതാമോ എന്ന് ഇപ്പം തന്നെ അങ്ങ് നോക്കുക. വിശദീകരിച്ച് ഞാൻ സമയം കളയുന്നില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. നിർബന്ധമായും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് നേരെ തിരിച്ച് ഹൈഡ്രോക്സിൽ എന്നിട്ടിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സിമ്പൽ വരയ്ക്കാൻ ചോദിക്കും. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സിമ്പൽ എഴുതിയിട്ട് പേരെഴുതാൻ ചോദിക്കും. ഇത് തിരിച്ചു മറിച്ച് ഇതുകൊണ്ടൊരു ചാർട്ട് പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് വായിച്ചൊന്നും തരുന്നില്ല. ആൾഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പം ആൾഡിഹൈഡ്സ്, അങ്ങനെ ഓരോന്നും പറഞ്ഞ് പഠിക്കണം. ആൽക്കോക്സി ഗ്രൂപ്പ്, ഈഥർ ഫോഴ്സ് ചെയ്തിട്ട് പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവൂ. നമ്മൾ ഒരു 3-4 മാർക്ക് ഉറപ്പിക്കുകയാണ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും അല്ലെങ്കിലും ഐസോമറിസം എന്ന ലാസ്റ്റ് ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ടോപ്പിക്ക് കൂടിയുണ്ട്. അത് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന ടോപ്പിക്കാണ്. വളരെ ചെറുതാണ്. ഇങ്ങനെ ഈ കോമ്പൗണ്ട് തന്നിട്ട് ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്, ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് 3 ചോദ്യങ്ങളാണ് ഇതുമായിട്ടുള്ളത്. അത് അടുത്ത പേജിൽ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് വരയ്ക്കാൻ പഠിപ്പിക്കുകയാണ്. നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. അതായത് ഇതിൽ 1 2 3 4 5 6 ഒന്ന് എണ്ണി നോക്കിക്കേ, 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം. 6 കാർബൺ ആറ്റം. ആർക്കും ഒരു കോൺഫിഡൻസ് കുറവും വേണ്ട, ഉത്തമ വിശ്വാസത്തോടെ C6. ഇനി ഹൈഡ്രജൻ എണ്ണി നോക്കുക. എല്ലാ കാർബണയിലും ഓരോ ഹൈഡ്രജൻ വീതവും എണ്ണിക്കോളൂ. 1 2 3 4 5 6, എച്ചും 6. അങ്ങനെ കാർബണും 6 ഹൈഡ്രജനും 6 എന്നുള്ള ഒരു സ്പെഷ്യൽ കോമ്പൗണ്ടാണ് ഇത്. അപ്പോൾ അതിൻ്റെ തന്നെ അതൊന്ന് ചുരുക്കി എഴുതുന്നതാണ്. ഓറിട്ടേക്കുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോൾ അത് ചുരുക്കി എഴുതുന്നതാണ് ഇത്. അപ്പോൾ ചുരുക്കി എഴുതുന്ന ആദ്യം ഒന്ന് ടീച്ചർ വരയ്ക്കുക. നല്ലൊരു ഹെക്സഗൺ, എല്ലാത്തിൻ്റെയും ലെങ്ത് പലവട്ടം വരച്ച് നോക്കുക. എല്ലാത്തിൻ്റെയും ലെങ്ത് ഒരുപോലെ വരത്തക്ക രീതിയിൽ വരച്ചിട്ട് ഇവിടെ ഇതിന് ഡബിൾ ബോണ്ട് എന്ന് പറയും. ഇതാ ഇവിടെയും ഒരു ബോണ്ട്, ഡബിൾ ബോണ്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. മേലെ വരയ്ക്കരുത്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ ആയിട്ട് മാറും. ഇനി ഇതെങ്ങനെ വരയ്ക്കൂ എന്നുള്ളതാണ്. അതും ഇവിടെ തന്നെ ടീച്ചർ കാണിച്ചു തരികയാണ്. കാർബൺ ആറ്റങ്ങൾ, ഈ മൂലയിലെല്ലാം കാർബൺ ആറ്റം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണല്ലോ ചുരുക്കി ഇങ്ങനെ വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 6 കാർബൺ ആറ്റം ഏകദേശം ഒരു ഹെക്സഗൺ വരുന്ന ആകൃതിയിൽ. ഇപ്പോൾ നമുക്ക് ആ മുകളിലൊരു ഇങ്ങനെ വന്നില്ലേ. അടുത്തതായിട്ട് നമ്മളതിൻ്റെ നേരെ വരച്ചിട്ട് അവിടെയും 2 കാർബൺ ആറ്റം, പിന്നെ കൃത്യം ഇവിടെ നടുക്കായിട്ട് ഇവിടെ ഒരെണ്ണം വരച്ചിട്ട് അതിലേക്കും കാർബൺ ആറ്റം. ഇനി നമ്മൾ നോക്കുക, ഒന്നിടവിട്ടതെല്ലാം ഡബിൾ ബോണ്ട് ആക്കുക. ഇനി എല്ലാ കാർബൺ ആറ്റത്തെ കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഈ സൈഡിലുള്ളത് നമ്മൾ ഈ സൈഡിലേക്ക് ഹൈഡ്രജൻ വരയ്ക്കുന്നു. താഴെ മുകളിലും ഉള്ളത് വളരെ മുകളിലേക്കും താഴേക്കും വൃത്തിക്ക് വരയ്ക്കുന്നു. എങ്ങോട്ട് വരച്ചാലും കറക്റ്റാണ് കേട്ടോ. എന്നാലും വരയ്ക്കുമ്പോൾ ഒരു വൃത്തിയൊക്കെ വേണ്ടേ. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി. ആകെ 6 കാർബൺ ആറ്റമുണ്ട്, 6 ഹൈഡ്രജൻ ആറ്റവുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കോമ്പൗണ്ടാണ് ഇത്. ഇതിനകത്ത് ഇതിനെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ കോമ്പൗണ്ടാണ്. അതിൻ്റെ പേര്
അരോമാറ്റിക് കോമ്പൗണ്ട് എന്നാണ്. കാരണം ഈ കോമ്പൗണ്ട് അരോമ എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധം എന്നാണ് അർത്ഥം. നല്ല സുഗന്ധമുള്ളതുകൊണ്ടാണ് ഇതിന് അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പരീക്ഷാ ചോദ്യം എന്താണ്, ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ത്, നിങ്ങളെല്ലാവരും എഴുതി മാർക്ക് മേടിക്കും. ഇനി ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നു? അരോമാറ്റിക് കോമ്പൗണ്ടിൽ പെടുന്നു. അതുപോലെ ഇതിനെ ഒന്ന് വരച്ചു വെക്കാമോ? അപ്പം നിങ്ങൾ 2 രീതിയിലും വരയ്ക്കാൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പേജും കൂടെ നോക്കാം. നമ്മളിപ്പോൾ കണ്ട കോമ്പൗണ്ടിൻ്റെ പേര് ബെൻസീൻ എന്നാണ്. ആ ബെൻസീൻ റിങ്ങയിലും ഹൈഡ്രജനൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ചിലപ്പോൾ അവിടെ OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആ ബെൻസീൻ്റെ പേര് ഫിനോൾ എന്നായി മാറും. അതുപോലെ തന്നെ ബെൻസീനിലെ H പോയിട്ട് അവിടെ കാർബോക്സിൽ ഗ്രൂപ്പ് COOH എന്ന ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേര് കണ്ടോ, ഓരോ H പോയിട്ടുണ്ട്. ഇവിടെ C6H6 എന്ന് പറഞ്ഞെടുത്ത് C6H5 ഉള്ളൂ. എന്നിട്ട് OH പിടിച്ചു, ഒരു ഹൈഡ്രജൻ പോയിട്ട് COOH പിടിച്ചു. അപ്പോൾ ബെൻസോയിക് ആസിഡ്. നമ്മൾ ഭാവിയിൽ ഇങ്ങനെ അരോമാറ്റിക് ആയിട്ടുള്ള ഒത്തിരി കോമ്പൗണ്ട് പറയുന്നതിൽ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് പറഞ്ഞു വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാഠത്തിൻ്റെ പകുതി ഇല്ല അധികം തീർന്നു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ടോപ്പിക്ക്, നിറയെ ക്വസ്റ്റ്യനുള്ള ഐസോമെറിസം എന്ന് പറയുന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ എടുക്കാം. ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ഈ പാഠം തീരും. പിന്നെ നിങ്ങൾക്ക് ലെറ്റസസിൽ നിന്നും പരീക്ഷാ ചോദ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ലെറ്റസസും പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് എടുത്തു തരും. ഇങ്ങനെ എല്ലാ പാഠവും പഠിപ്പിക്കും. ഫിസിക്സിൻ്റെ പാഠങ്ങൾ ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനലിൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്ലാസ്സും കിട്ടുന്നതായിരിക്കും. 2 ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കൂട്ടുകാരോടും ടീച്ചറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയണം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.